അപ്പം ഞാൻ നമ്മുടെ ദുബായ് ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ പ്രമോഷൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇപ്പം ഞാൻ വീണാണ്. സോ ഗുഡ് നൈറ്റ് ഓൾ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് നന്ദി, സ്നേഹം. സോ എനിക്കിപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. അപ്പം ഞാനിനി ഉറങ്ങട്ടെ. ഇപ്പം സമയം എനിക്ക് ഒന്ന് 2 മണി കഴിഞ്ഞ് തോന്നുന്നു. 2 മണി വരെയാണ്, 3 മണി വരെയാണ് ഇവിടുത്തെ ടൈം. 3 മണി കഴിഞ്ഞ് തോന്നുന്നു വിളിക്കുന്നത്, ദുബായ് ടൈം. സോ ഹാപ്പി. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. മക്കളെ, വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. 3 മണിവരെ ദുബായ് ബാറിൽ ഐറ്റം ഡാൻസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തവരെ ഒന്നും വിഷമിപ്പിക്കരുതല്ലോ. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. ഇതെങ്ങനെ ലീക്കായി എന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് ഇട്ട് തന്നതാണ്. ഈ ഒരു ഡ്രസ്സിലൊരു റീല് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാവാട കറക്റ്റായിട്ടാണ് കിടന്നത് കേട്ടോ. എന്തായാലും ഇപ്പോൾ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ആ റീലിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാക്സിമം പാവാട അങ്ങ് ഇറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ സബ്സ്ക്രിപ്ഷൻ വേണ്ടേ, എന്നാലല്ലേ കാശ് കിട്ടത്തുള്ളൂ. 1-2 ദിവസം കൊണ്ട് ലക്ഷങ്ങളാണ് അക്കൗണ്ടിൽ വന്നത്. അപ്പോൾ പിന്നെ ഇച്ചിരി ഇറക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പണത്തിന് വേണ്ടി ഏതറ്റം വരെയും ഇവർ തരം താഴും എന്നുള്ളൊരു തെളിവാണ് ഈ ഒരു വീഡിയോ. ഇവർക്ക് നാണമില്ല. കേരളം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ ഈ ഒരു കൂത്ത് കാണിക്കുന്നത്. ഇതെന്തായാലും ലീക്കാകും, പുറത്ത് പോകും എന്നൊക്കെ ഇവർക്കറിയാം. പക്ഷെ എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പണം വാങ്ങിച്ചു പോയില്ലേ, കണ്ട ആണുങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കൂട്ടിയിട്ടില്ലേ, ലക്ഷങ്ങളല്ലേ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നുള്ളതാ. ഇവളെയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞങ്ങളുടെയൊക്കെ വീഡിയോയ്ക്ക് വന്ന് നിങ്ങൾ തെറിവിളിയാണ്, പൊങ്കാലയിടിലാണ്. നിനക്കൊന്നും വേറെ പണിയില്ലേ, നിനക്കൊക്കെ പരദൂഷണം പറഞ്ഞാൽ ഇരിക്കാൻ വയ്യേ. ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് ഇതുപോലെ തുണിയുരിനവളുമാർക്കെതിരെയാണ്, പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ റീൽസ് ചെയ്യുന്നവരും, അതുപോലെ തന്നെ പണം ഇതിൽ നിന്നും ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നവരും. അപ്പോൾ അവർക്കൊന്നും ഇതുപോലെ റീച്ചോ കാര്യങ്ങളോ കിട്ടാതെ വരുമ്പോൾ ഇവളുമാരെ പിന്തുടരും. ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമല്ലോ, ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഏണിങ്സ് കിട്ടുമല്ലോ എന്നൊരു ചിന്ത പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വരും. അപ്പം അവരെന്ത് ചെയ്യും, പതുക്കെ ഈ ഒരു ലെവലിലേക്ക് എത്തും. അവരും തുടങ്ങും ഇതുപോലെയുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ. അപ്പോൾ അവർക്കും കിട്ടും ലക്ഷങ്ങൾ. അപ്പോൾ അതിനടിയിൽ പെട്ടു പോകുന്ന കുറച്ച് ആൺകുട്ടികളും ആണുങ്ങളും ഉണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഇത് സമൂഹത്തിന് ദോഷമേ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയധികം ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത്. ഇതുപോലെ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് പോയിട്ട് തുണി ഉരിഞ്ഞിട്ട് പുറമെ വന്ന് പതിവ്രത ചമയാൻ നിൽക്കരുത്. ഞാൻ 100-ൽ 101 വെട്ടോ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെയൊക്കെ വീഡിയോയ്ക്ക് കമന്റ് ഇടാൻ വരുന്ന അവളുമാരും അവന്മാരും ഇതേ ഗണത്തിലുള്ളവളുമാർ തന്നെയാണ്. ഏതൊരവൻ്റെയും മുന്നിൽ തുണി ഉരിയാൻ മടിയില്ലാത്തവളുമാരാണ് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവളുമാർ ഞങ്ങളെയൊക്കെ ഇത്രയധികം എതിർക്കുന്നത്. പണത്തിന് വേണ്ടി ഇവളുമാർ എവിടെ വേണേലും പോയി തുണി ഉരിഞ്ഞു കൊടുക്കും, ഏത് പ്ലാറ്റ്ഫോം വേണേലും ഇതുപോലെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ഇവരെ ഈ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നത്, അപ്പം ഞങ്ങളെ എതിർക്കുന്നതും. അപ്പം നീയൊക്കെ ഇനി എത്രയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള വൾഗാരിറ്റിയെ ഞങ്ങൾ എതിർക്കുകയും സമൂഹത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കമന്റ് ഇടുന്ന കമന്റോളികളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയൊക്കെ രാത്രി ബാറുകളിൽ ഡാൻസ് ചെയ്യാൻ പോവോ? നിന്റെയൊക്കെ മക്കളെ വിടുവോ? അല്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഭാര്യമാരെ വിടുവോ? അല്ല, ചെയ്യുമായിരിക്കും. അതുകൊണ്ടാണല്ലോ നിനക്കൊക്കെ ഇത് കുഴപ്പമല്ലാതായിട്ട് തോന്നുന്നത്. ഇനി ഇവള് പോയി ബാറിൽ പോയി എത്ര ഡാൻസ് കളിച്ചാലും, ഇനി ഇവള് മൊത്തത്തിൽ തുണി ഉരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. ഞങ്ങൾ ശബ്ദമുയർത്തുന്ന പുതുതലമുറയ്ക്ക് വേണ്ടിയാണ്. ഇവളുടെ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ 1000 പേരോളം ഉണ്ടെന്ന് പറയുന്നു. ഈ 1000 പേരും ഓരോ വീട്ടിലെ ആൺകുട്ടികളാണ്, അല്ലെങ്കിൽ ആണുങ്ങളാണ്. ഈ 1000 പേരുടെ കാശാണ് ഇവളുടെ അക്കൗണ്ടിൽ 2-3 ദിവസം കൊണ്ട് ലക്ഷങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നില്ല? ഇവളുടെ മാത്രമല്ല, ഇവളെ പോലെ മെമ്പർഷിപ്പ് എടുത്ത് ഇതുപോലെ ആണുങ്ങളുടെ പണം പിരിക്കുന്ന ഒരുപാട് അവളുമാരുണ്ട്. അതുപോലെ ഒരുപാട് അവളുമാർക്കെതിരെയാണ് ഞങ്ങൾ ശബ്ദമുയർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. അപ്പം നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ശമ്പളം കൊണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ്. എല്ലാവിധ കോഴ്സും ഞാൻ ബ്യൂട്ടീഷ്യൻ്റെ കോഴ്സ് പ്രത്യേകം പഠിച്ചിട്ടുണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാശ് മുടക്കി പഠിച്ച് ആ ഒരു മേഖലയിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. അല്ലാതെ നീയൊക്കെ പറയുന്ന പോലെ ഇതിൽ വന്നിരുന്ന് പരദൂഷണം പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ വൾഗാരിറ്റി ഉള്ള വീഡിയോ കാണിച്ചിട്ടോ വേണം എൻ്റെ വീട്ടിൽ അന്നം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്നെ ഓർത്ത് നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. നീയൊക്കെ എത്ര ഊള കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ വീഡിയോ ഇടയിൽ നിർത്താൻ പോകുന്നില്ല. വീഡിയോ ഇടുക തന്നെ ചെയ്യും. പല സ്ത്രീകൾക്കും പല പുരുഷന്മാരും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ, അവർക്ക് പറയാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഐഡിയിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് പുറത്തുവിടുന്നു. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങളെ ഈ ഫോളോ ചെയ്ത് വെക്കുന്നത്, ഞങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തരുന്നത്. 10 പേരുള്ള 10 പേര് മതി. അവർക്ക് വേണ്ടി വീഡിയോ ഇനിയും ചെയ്യും.